രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണസംഖ്യ 294 ഉയർന്നിരിക്കുന്നു. വിമാന ദുരന്തത്തിന്റെ ആഴം വെളിവാക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ അടിക്കടി സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ വിമാന അപകടം നടന്ന ഇന്നലെ പുറത്തിറങ്ങിയ ഒരു പത്രമാണ് ചർച്ചകളിൽ കൂടുതൽ ഇടം പിടിക്കുന്നത്. ഗുജറാത്തിലടക്കം പ്രശസ്തമായിട്ടുള്ള മിഡ് ഡേ എന്ന പത്രത്തിന്റെ 1-ാം പേജിൽ വന്ന ഒരു പരസ്യമാണ് ശ്രദ്ധ നേടുന്നത്. ഗുജറാത്ത് വിമാന അപകടം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് പത്രം പുറത്തിറങ്ങിയത്. ഗുജറാത്തി ഭാഷയിലടക്കം പത്രം ലഭ്യമാണ്. ഫാദേഴ്സ് ഡേയോടനുബന്ധിച്ചിട്ട് കിഡ്സാനിയ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പരസ്യമായിരുന്നു അത്. 4 മുതൽ 16 വരെ വയസ്സുള്ളവർക്കായി അകത്തളത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു ചെറിയ നിർമ്മിത നഗരമാണ് കിഡ്സാനിയ. ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് പൈലറ്റ്, ഡോക്ടർ തുടങ്ങിയ വിവിധ മേഖലകളിലുള്ളവരുമായി രൂപം മാറി കളികളിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. പത്രത്തിലെ കാർട്ടൂൺ പരസ്യത്തിൽ ഒരു എയർ ഇന്ത്യ വിമാനം ഒരു കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി കാണാം. അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ മുൻഭാഗം BJ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ പതിച്ചതിന് ശേഷം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിന് സമാനമാണിത്. എന്നാൽ ഇത് ദുരൂഹമായിട്ടുള്ള പ്രവചനമല്ലെന്നും യാദൃച്ഛികമായി സാദൃശ്യം ഉള്ള രൂപത്തിൽ സംഭവിച്ചതാണ് എന്നുമാണ് പരസ്യ കമ്പനിയുടെ പ്രതികരണം. എയർ ഇന്ത്യയും കിഡ്സാനിയയും തമ്മിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച കരാറിൽ നിന്നാണ് ചിത്രം രൂപീകരിക്കപ്പെട്ടത് എന്നും കമ്പനി വിശദീകരിച്ചു. മിഡ് ഡേയിൽ പ്രസിദ്ധീകരിച്ച പരസ്യത്തിലെ വിമാന ചിത്രം ലോകമെമ്പാടുമുള്ള കിഡ്സാനിയകളിൽ ഉടനീളം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു വാസ്തുവിദ്യാ ഘടകമാണ്. എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ എയർലൈനുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സംരംഭമായിട്ടുള്ള ഞങ്ങളുടെ ഏവിയേഷൻ അക്കാദമിയെ ചിത്രം പ്രതിനിധീകരിക്കുന്നു എന്ന് അവർ പറയുന്നു. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു വേനൽക്കാല ക്യാമ്പയിനിന്റെ ഭാഗമായി നിർഭാഗ്യകരമായ സംഭവത്തിന് വളരെ മുമ്പ് തന്നെ പരസ്യം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൃശ്യത്തിന്റെ കൂടുതൽ പ്രചാരണവും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് കിഡ്സാനിയ വ്യക്തമാക്കുന്നത്. ഈ വിമാന അപകടം അട്ടിമറിയാണോ? ആരുടെയെങ്കിലും കൈകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒരുപാട് ദുരൂഹതകളും സംശയങ്ങളും നിഴലിക്കുന്നു. കഴിഞ്ഞ ദിവസമുള്ള മുഖ്യധാര ചാനലിന്റെ ചർച്ചയിലും വന്നത് അതിനകത്തുള്ള ജീവനക്കാരെ സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് മെയ്ഡേ എന്ന് വിളിച്ച് പൈലറ്റ് അലറി വിളിച്ച് കരഞ്ഞത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുമ്പോൾ ഒരു ശക്തമായിട്ടുള്ള നിരീക്ഷണവും ആരോപണവും ഉയരുന്നത് കൂടി കേൾക്കുക. രാജ്യത്തെ നടുക്കി അഹമ്മദാബാദിൽ ഒരു വലിയ വിമാനാപകടം ഉണ്ടായിരിക്കുന്നു. ആകാശ ദുരന്തം. 110 പേർ മരിച്ചതായിട്ടാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മുന്നിൽ വരുന്ന റിപ്പോർട്ട്. എന്തായാലും രാജ്യം നടുങ്ങി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകൾക്കുള്ളിൽ കണ്ട ഏറ്റവും വലിയ ഒരു വിമാന ദുരന്തം എന്നാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. വിമാനത്തിലാകെ 242 പേരാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:39 അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത വിമാനമാണ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 15 കിലോമീറ്റർ അകലെ തകർന്നു വീണത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്നാലും ഇതിന്റെ ആദ്യ വാർത്തകളിൽ വരുന്നത് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഇതിലുണ്ടായിരുന്നു. ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാത്രമല്ല 160 ഇന്ത്യൻ പൗരന്മാരും 53 ബ്രിട്ടീഷ് പൗരന്മാരും പിന്നീടുള്ളത് കനേഡിയ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. എന്തായാലും വലിയ അപകടം തന്നെയാണ്. രാജ്യം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിമാന അപകടമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിൽ 242 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 110 പേർ മരണമടഞ്ഞതായി ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. കുമാർ, ഇതുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്തകൾ വരുന്നതേ ഉള്ളൂ. എങ്കിലും കഴിഞ്ഞ 2 മണിക്കൂറുകളായി നമ്മൾ വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചന വിമാനം പറന്ന് ഉയർന്ന ഉടനെ തന്നെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ATCയിലേക്ക് ഒരു സന്ദേശം വരുന്നു. എന്നാൽ സന്ദേശം എന്താണെന്ന് വ്യക്തമാകും മുമ്പ് തന്നെ ഇത് തകർന്നു വീഴുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു സാങ്കേതിക തകരാറാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അട്ടിമറി ഇതിന് പിന്നിലുണ്ടോ? അല്ല, എല്ലാവിധ അട്ടിമറി സാധ്യത അടക്കം ഇതിൽ പരിശോധിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു അപകടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്തായിരുന്നു കാരണം എന്ന ചോദ്യമാണ് നമ്മുടെ മനസ്സിൽ. മഴയുണ്ട്, നെറ്റ് ഇഷ്യൂ ആണ്.
വരുന്നത്. അതിന് പ്രധാനമായിട്ടും ചില കാരണങ്ങളുണ്ട്. അത് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യം കനത്ത ജാഗ്രതയിലുള്ള ഒരു സമയമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ചെറുതല്ലാത്ത ഒരു വലിയ ജാഗ്രതയിലാണ്, വലിയ ഭീകരവേട്ട നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അപകടം വരുമ്പോൾ ഇതിന് പിന്നിൽ അട്ടിമറി ഉണ്ടോ എന്ന് തീർച്ചയായും എല്ലാവരും സംശയിക്കും. ആ ഒരു സംശയം തന്നെയാണ് നമ്മളിലും ഉള്ളത്. പക്ഷേ എന്തായാലും ഇതൊരു എഞ്ചിൻ തകരാറാണ് എന്ന ഒരു പ്രാഥമികമായ നിഗമനമാണ് അധികൃതർ പുറത്തുവിടുന്നത്. പക്ഷേ ഈ ബോയിങ് 787 വിമാനമാണ്, വലിയ കാലപ്പഴക്കമൊന്നും ഇല്ലാത്ത വിമാനമാണ്. 2 എഞ്ചിനുകൾ അതിനകത്തുണ്ട്. 2 എഞ്ചിൻ തകർന്നാലും ഏറെ ദൂരം വിമാനത്തിന് പറക്കാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇത് ടേക്ക് ഓഫ് സമയത്തുള്ളത് ആയതുകൊണ്ട് തന്നെ, അതായത് വിമാനം വലിയ ഉയരത്തിൽ എത്തുന്നതിന് മുമ്പ് നടന്ന ഒരു എഞ്ചിൻ തകരാറാണ് എങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കുമായിരിക്കും എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതിപ്പോൾ അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്നതിന് മുമ്പ് തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഈ വിമാനത്തിലെ ഇന്ധനമാണ്. അതായത് ഇത് ദീർഘദൂരം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറക്കേണ്ട ഒരു വിമാനമാണ്, ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ആ ഫ്ലൈറ്റിന്റെ യാത്രയുടെ ആരംഭത്തിൽ തന്നെ ഈ ഒരു അപകടം നടന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും അതിനകത്തുള്ള ഫ്യൂവൽ സൈസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്തെങ്കിലും തരത്തിലുള്ള തകർച്ച ഉണ്ടായാൽ അതിൽ നിന്നും ജീവനുകളെ രക്ഷിക്കുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച ഒരു പണിയാണ്. അത് വളരെ അസാധ്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന വാർത്തകളും അത്തരത്തിലുള്ള വാർത്തകളാണ്. കാര്യം ഈ ANI ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ നിന്നും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളാണ് പുറത്തു വരുന്നത്. പല ദൃശ്യങ്ങൾ പോലും നമുക്ക് സംപ്രേഷണ യോഗ്യമല്ല. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഈ വാർത്താ ഏജൻസികളൊക്കെ തന്നെ തന്നുകൊണ്ടിരിക്കുന്നത്. NDRFന്റെ 90 അംഗ സംഘം ഇപ്പോൾ അവിടെ ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഈ തീവ്ര പരിചരണം വേണ്ടവരെ ആശുപത്രിയിലേക്ക് ഇതിനോടകം മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ളവർക്ക് അവിടെ വെച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നുണ്ട് ചിലർക്കെങ്കിലും എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. കുമാരൻ, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം ദീർഘദൂരത്തേക്ക് പോകുന്ന ഒരു വിമാനം. ഈ ദീർഘദൂരമല്ല ഹ്രസ്വദൂരമായാൽ പോലും ഒരു വിമാനം യാത്ര തിരിക്കുന്നതിന് മുമ്പ് അതിന്റെ എല്ലാ സാങ്കേതിക തകരാർ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ച ശേഷം ഒരു ഫിറ്റ്നസ് കൊടുത്തതിന് ശേഷമാണ് അത് റൺവേയിലേക്ക് മൂവ് ചെയ്യുന്നത്, ട്രാക്കിലോട്ട്. അപ്പോൾ അത്തരത്തിൽ ഇതിന് പറക്കുന്നതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായിട്ടുള്ള വാർത്തകളോ വരുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു തകരാറ് സൂചന എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ നേരത്തെ നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്ലൈറ്റ് 1:39 ടേക്ക് ഓഫ് ചെയ്യുന്നത്. അത് നിമിഷങ്ങൾക്കകം തന്നെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. ആ കോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പൈലറ്റിന് ഒന്നും പറയാൻ സാധിച്ചില്ല. അതിന് മുമ്പ് ക്രാഷ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ കോളാണ് സത്യത്തിൽ ഒരു വലിയ സംശയത്തിന്റെ മുൾമുനയിൽ ഒരു ഫ്യൂവലിന്റെ സ്റ്റാറ്റസ് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ആണെങ്കിൽ കൂടി അട്ടിമറി നടത്താനും പറ്റിയ സമയമാണ് ഈ യാത്ര തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇതിനെ അപായപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പൊ ഹൈജാക്ക് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹൈജാക്ക് ചെയ്ത് ബാർഗെയിനിങ് ചെയ്ത് അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഒരുപക്ഷെ ഇല്ലായിരിക്കാം. അങ്ങനെ ഇല്ല എങ്കിൽ പ്ലെയിൻ തട്ടിയെടുത്താൽ ഉടനെ തന്നെ അതിനെ ഏതെങ്കിലും രീതിയിലുള്ള തകർച്ചയിലേക്ക് കൊണ്ടുപോയേക്കാം. പക്ഷെ ഇവിടെ ഈ വിമാനം അതിനുള്ള സമയം പോലും കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കണം അട്ടിമറിയിലൂടെ. പക്ഷെ ഇപ്പോൾ നിലവിൽ എന്തായാലും എഞ്ചിൻ തകരാറ് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് അധികൃതർ എത്തി നിൽക്കുന്നത്. ആ എഞ്ചിൻ തകരാറ് എന്ന ഒരു നിഗമനത്തിൽ തന്നെ ആയിരിക്കണം നമുക്കും ഇപ്പോൾ എത്താൻ സാധിക്കുക. കാരണം അതിനപ്പുറം ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. ഇനി തെളിവുകൾ കിട്ടാനുണ്ട്, ബ്ലാക്ക് ബോക്സ് അടക്കമുള്ളവ കിട്ടാനുണ്ട്. തീർച്ചയായിട്ടും അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ജനവാസ മേഖലയിലാണ് തകർന്ന് വീണിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതും മറ്റൊരു ആശങ്കയാണ്. ജനവാസ മേഖലയിൽ തകർന്നു വീണു. പക്ഷെ അവിടെയും ഒരു ആശ്വാസം, ചെറിയൊരു ആശ്വാസം ഉള്ളത് അവിടെ നിരവധി കെട്ടിട സമുച്ചയങ്ങളും വീടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു സർക്കാർ ബിൽഡിങ്ങിന്റെ കോമ്പൗണ്ടിലാണ് ഇത് പതിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു കാഷ്വാലിറ്റീസ് ചിലപ്പോൾ കുറയുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിന്റെ വാർത്തകൾ വന്ന ആദ്യ മണിക്കൂറുകളിൽ മാറി മാറി വന്ന ചില അഭിപ്രായങ്ങളാണ്, സൂചനകളാണ്. ആദ്യം മതിൽ ഇടിച്ചു എന്ന കണക്കിലാണ് വാർത്തകൾ വന്നത്. പിന്നീട് ഇത് ഫ്ളാറ്റിൽ ഇടിച്ചു എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു സർക്കാർ ഓഫീസ് വളപ്പാണെന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആണ്, ഒരു ഓഫീസ് കോംപ്ലക്സിന്റെ അവിടേക്കാണ് ഇത് തകർന്നു വീഴുന്നതെന്ന് പറയപ്പെടുന്നു. അതിന്റെ ആ തകർന്നു വീഴുന്ന വിമാന അവശിഷ്ടങ്ങളുടെ ഫോട്ടോകളും മറ്റുമൊക്കെ ഇപ്പോൾ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. യാത്രക്കാരിൽ 12 കുട്ടികളും 2 കൈക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നതായിട്ടാണ് ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരുന്നത്. അതുമാത്രമല്ല ഇതിന്റെ പൈലറ്റുമാർ അവർ പരിചയസമ്പന്നതയുള്ള പൈലറ്റുമാരായിരുന്നു. ദീർഘദൂര വിമാന സർവീസുകൾ നടത്തി പരിചയമുള്ളവരാണ്. 1100 മണിക്കൂറും 2100 മണിക്കൂറും ഒക്കെ പറത്തി ഇതിൽ പരിചയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പെട്ടെന്നുള്ള സിറ്റുവേഷനൊക്കെ ടാക്കിൾ ചെയ്യാൻ പര്യാപ്തമായ ആൾക്കാർ തന്നെയായിരുന്നു അതിനകത്തുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്ത് തരത്തിലുള്ള സാങ്കേതിക തകരാറാണ് ഈ ഒരു ദുരന്തത്തിന് വഴിവെച്ചത് എന്നുള്ളത് രാജ്യം കാത്തിരിക്കുകയാണ്. കാര്യം ഇവിടെ ലക്ഷ്യം വെച്ചത് ടാറ്റയെയാണോ എന്ന ഒരു ചോദ്യം ബാക്കിയുണ്ട്. തന്നെയുമല്ല, പറന്നുയരാൻ ശ്രമിച്ച ഉടനെ തന്നെ പൈലറ്റ് എന്തോ ഒന്ന് പറയാൻ ശ്രമിച്ചു എന്ന് പല മാധ്യമങ്ങളിൽ നിന്നും കാണുന്നു. എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്? ശക്തമായി ഇതിന് പിന്നിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന രൂപത്തിൽ തന്നെയാണ് അനുഭവ പരിജ്ഞാനമുള്ള, അനുഭവ സമ്പത്തുള്ള ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നത്. ഒരു അഭിപ്രായം ഉച്ചതൊട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല സംശയങ്ങളും ഉയരുന്നുണ്ട്. എഞ്ചിൻ ഫെയിലർ ആണെന്ന് പറയുന്നുണ്ട്. അട്ടിമറി സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന്
പറയുന്നു ഈ വിമാനം ഓടിച്ച ഒരാൾ എന്ന നിലയിൽ, ലൈസൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നന്ദഗോപന്റെ നിരീക്ഷണം അറിയാൻ താല്പര്യമുണ്ട്. നമ്മളിപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അവസാനം വന്നത് മെയ്ഡേ കോളാണ്. അതായത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഒരു വിമാനം ഏതെങ്കിലും തരത്തിൽ അടിയന്തര സാഹചര്യം തുടർന്ന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് ഈ മെയ്ഡേ കോൾ പൈലറ്റുമാർ നൽകുക. അതായത് മെയ്ഡേ 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 എന്ന് 3 തരത്തിൽ ഇങ്ങനെ ATCയിലേക്ക് ഒരു സന്ദേശം വയ്ക്കും. അതിനുശേഷം തുടർന്ന് സന്ദേശം ലഭ്യമാകണമെന്നില്ല. ഇനി അഥവാ ലഭ്യമാണെങ്കിൽ തന്നെ അത് അത്തരത്തിലൊരു അടിയന്തര സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കണം ആ പൈലറ്റുമാർ ഇത്തരം ഒരു മെയ്ഡേ കോൾ നൽകുക. അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ ചെറിയ സാഹചര്യങ്ങളാണെങ്കിൽ പാൻ കോൾ നൽകും. പാൻ എന്നുള്ള ഒരു 3 കോളാണ് ആദ്യം നൽകുക. അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം സാഹചര്യമാണെങ്കിൽ അങ്ങനെ പാൻ കോൾ നൽകും. അല്ലാത്ത പക്ഷം മെയ്ഡേ കോളാണ് നൽകുന്നത്. ഈ കേസിൽ ഇപ്പോൾ മെയ്ഡേ കോളാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ATCയിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. ആ മെയ്ഡേ കോളിന് കാരണമായിട്ട് വ്യക്തമാക്കുന്നത് ആ എയർക്രാഫ്റ്റിന് ആവശ്യത്തിന് ത്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ പവർ ഇല്ല, അതിന് ഉയർന്നു പൊങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതിൽ ആദ്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് പലതരത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ, ഒരു എയർക്രാഫ്റ്റിൽ ഇത്തരം ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഘട്ടത്തിലേക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. ആ ടീം ഇതിനോടൊപ്പം തന്നെ ഈ ഇൻവെസ്റ്റിഗേഷനിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രാഥമിക പരിഗണന ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ടെയിൽ പോർഷനിലെ റഡർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആ പോർഷനിലാണ് ഈ ബ്ലാക്ക് ബോക്സ്, ഓറഞ്ച് നിറത്തിലുള്ള ബ്ലാക്ക് ബോക്സ് സൂക്ഷിക്കുക. ഈ ബ്ലാക്ക് ബോക്സിൽ ഈ 2 പൈലറ്റുമാർ തമ്മിൽ, ഈ എയർക്രാഫ്റ്റിന്റെ കമാൻഡറും അതേപോലെ തന്നെ ഫസ്റ്റ് ഓഫീസറും തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾ, അത് കൃത്യമായി ആ കോക്പിറ്റിൽ ഉണ്ടാകുന്ന സംഭാഷണങ്ങൾ അതിൽ റെക്കോർഡ് ആയിരിക്കും. ആ സംഭാഷണങ്ങളിൽ വ്യക്തമാകും എന്താണ് ഈ എഞ്ചിൻ ഫെയിലിയർ, അല്ലെങ്കിൽ പ്രാഥമികമായി ഏറ്റവും അവസാനമായി എന്തായിരുന്നു അവിടെ നടന്നത്, അല്ലെങ്കിൽ ആ സന്ദേശം, അല്ലെങ്കിൽ അവർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാകും. ഇല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. താഴെ നിന്നും ഈ ഒരു ഹൈറ്റിലേക്ക് ഉയർന്നു പോകുന്ന എയർക്രാഫ്റ്റിലേക്ക് ആർക്കെങ്കിലും വെടിവെക്കാൻ കഴിയാം, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമുണ്ട്, അത് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ഫെയിലിയർ, അല്ലെങ്കിൽ എഞ്ചിൻ ഫെയിലിയർ, ഇത്തരം പല സാധ്യതകളുണ്ട്. ഏതായാലും ആ വിമാനം ഉയർന്നു പൊങ്ങിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഉയർന്നു പൊങ്ങിയ ഏതാനും സെക്കൻഡുകൾക്ക് ശേഷമാണ് സംഭവിച്ചത്. ഒരു വിമാനം ഉയർന്നു പൊങ്ങുന്നതിന് മുമ്പ് ഇതിന് മുമ്പായി പല പ്രൊസീജിയറുകൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ആ എയർക്രാഫ്റ്റിന്റെ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ എഞ്ചിനീയറിംഗ് ടീം അത് കൃത്യമായി തന്നെ ഇതിന്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ച് അത് സർട്ടിഫൈ ചെയ്ത് നൽകും. ഇതിനെല്ലാം പുറമെ പൈലറ്റിന്റേതായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. 360 എന്നാണ് അത് പറയുന്നത്. അതായത് ഒരു എയർക്രാഫ്റ്റിന്റെ ഒരു കോണിൽ നിന്നും സഞ്ചരിച്ച് മറ്റേ കോൺ വരെ പ്രാഥമികമായി, അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചിട്ട് ഏറ്റവും ഒടുവിലായി നടത്തുന്ന ഒരു പരിശോധനയാണ്. ഏതായാലും ആ പരിശോധനയിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പൈലറ്റുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും അത് കൃത്യമായി അത് റെക്ടിഫൈ ചെയ്യാതെ, അത് പരിഹരിക്കാതെ, അതിന് പ്രശ്നങ്ങൾ പരിഹാരം കാണാതെ എയർക്രാഫ്റ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ATC അതിന് അനുമതി നൽകില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ആ പരിശോധനകളൊക്കെ തന്നെ കഴിഞ്ഞ് അതിനുശേഷം അവിടെ നിന്നും ടാക്സി ചെയ്ത് റൺവേയിലെത്തി പറന്നുയർന്നതിന് ശേഷമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇനി റൺവേയിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഈ പവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു, നമ്മളെ എയർക്രാഫ്റ്റിൽ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ടേക്ക് ഓഫിന് കുറച്ച് മുമ്പ് എയർക്രാഫ്റ്റിന് കൂടുതലായ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നത്. അതായത് ഫുൾ ത്രസ്റ്റ്, അതിന്റെ ഒരു ഫുൾ പവർ അപ്ലൈ ചെയ്ത് ഇതൊന്ന് അവസാനഘട്ട ഒരു ടെസ്റ്റിംഗ് ആണ്. അതിന് മുമ്പേ തന്നെ ടാക്സി ചെയ്ത് റൺവേയിലേക്ക് നീങ്ങുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാപ്പ് ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ എലിവേറ്റർ ഇത് തിരിയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കും. ആ സമയം നമ്മൾ വിൻഡോയിൽ കൂടെ നമുക്ക് ഈ ആ വിങ്സിൽ കാണാൻ കഴിയും എയർക്രാഫ്റ്റിന്റെ പല ഭാഗങ്ങളും ഈ ടാക്സി ചെയ്യുന്നത്. അതായത് ഈ ബേയിൽ നിന്നും റൺവേയിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഇതെല്ലാം പരിശോധിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ച് ഏറ്റവും അവസാനം റൺവേയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ എയർക്രാഫ്റ്റിന്റെ ത്രസ്റ്റ് പൂർണ്ണമായി ഒരിക്കൽ കൂടി ഫുൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഇതിന്റെ ത്രസ്റ്റ് പരിശോധിക്കും. അങ്ങനെ ഇത് ഫുൾ RPM ഒരു തവണ ഇതൊന്ന് ഫുൾ RPM നോക്കി ഇതിന്റെ വൈബ്രേഷൻ അടക്കം ഏതെങ്കിലും സൗണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവസാനഘട്ട പരിശോധന കൂടി കഴിഞ്ഞതിന് ശേഷമാണ് റൺവേയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ റൺവേയിൽ ലാൻഡിംഗ് ക്ലിയറൻസ് കിട്ടുന്നതിന് തൊട്ട് മുമ്പാകാം ഈ പരിശോധന നടത്തിയത്. ഏതായാലും ഇത്തരം പരിശോധനകൾക്കൊക്കെ ശേഷമാണ് ഈ വിമാനം പറന്നുയർന്നത്. അതിനുശേഷം ഉണ്ടായത് മെയ്ഡേ കോളാണ്. അതായത് ഈ വിമാനം പൊങ്ങിയാൽ ഉടനെ തന്നെ ATCക്ക് എയർബോൺ ആയി എന്നുള്ള സന്ദേശം, ആ എയർക്രാഫ്റ്റിന്റെ കോൾ സൈൻ അടക്കം ഞങ്ങൾ എയർബോൺ ആയി എന്നുള്ള സന്ദേശം ചെല്ലുന്നു. പിന്നീട് ഇതിന്റെ റൂട്ടെല്ലാം തന്നെ നേരത്തെ നിശ്ചയിച്ചതാണ്. നമ്മൾ ഇത്ര ഫീറ്റിലേക്ക് ഉയർന്ന് പൊങ്ങി, അതിനുശേഷം നമ്മുടെ റൂട്ട് അല്ലെങ്കിൽ എങ്ങോട്ട് തിരിയണം എന്നുള്ളത് ATC എന്നുള്ള നിർദ്ദേശം വരും. ഏതായാലും ഈ എയർബോൺ ആയി എന്നുള്ള സന്ദേശവും ചെല്ലുന്നു. അതിനുശേഷമാണ് ഇത്തരം ഒരു ഇൻസിഡന്റ്, ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പക്ഷി ഇടിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പക്ഷി ഇടിച്ചാൽ ഈ പറയുന്ന എഞ്ചിൻ ഫെയിലിയർ ഉണ്ടാകും. അത് ചിലപ്പോൾ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാൽ സ്വാഭാവികമായും പെട്ടെന്ന് അത് അടുത്ത എഞ്ചിനെ കൂടി ബാധിക്കും. ഇതിന്റെ പിന്നിൽ അട്ടിമറി സംശയങ്ങളാണ് അധികം ആളുകളും ഏറ്റവും പ്രധാനമായ അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ നിരത്തുന്നത്. നന്ദി.